ചൂട് ചായയുടെയും ചമ്മന്തിയുടെയും ഒക്കെ കൂടെ കഴിക്കാനായിട്ട് ദാ ഇതുപോലെ നല്ല മൊരുമൊരാന്നുള്ള ഉഴുന്നുവട ഉണ്ടാക്കാവേ നമുക്കിന്ന്. കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റില് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ദാ അതിനായിട്ട് 2 കപ്പ് ഉഴുന്ന് നന്നായിട്ട് കഴുകി ഒരു 4 മണിക്കൂർ കുതിർത്തി എടുത്തിരിക്കുന്നത് കേട്ടോ. അതിനുശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. നല്ല തണുത്ത വെള്ളം ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് അരച്ചു നോക്കുക. വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. കണ്ടത് ഈ ഒരു കട്ടി വേണം കേട്ടോ നമ്മുടെ ഉഴുന്നരയ്ക്കുമ്പോ. എന്നാൽ മാത്രമാണ് ഉഴുന്ന് വട നന്നായിട്ട് മൊരിഞ്ഞ് പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. ഒരുപാട് വെള്ളമൊന്നും കൂടി പോവാതെ നോക്കി നോക്കി കുറച്ച് കുറച്ച് മാത്രം തണുത്ത വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക കേട്ടോ. ഇതുപോലെ ഹാൻഡ് വിസ്ക് വെച്ച് നന്നായിട്ട് മിക്സ് ആക്കിയും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. ദാ കുറച്ച് വെള്ളത്തില് നമ്മുടെ ഉഴുന്നരച്ചത് ചേർക്കുമ്പോൾ ഇതേപോലെ പൊങ്ങിയും കൂടി കിടക്കും. അത് കറക്റ്റ് ആയിട്ടുള്ള പരുവാണെന്ന് മനസ്സിലാക്കാവേ. ഇനി നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ട് സവാള പൊടിയായിട്ട് കട്ട് ചെയ്തതും ഇഞ്ചി കട്ട് ചെയ്തതും അതേപോലെ തന്നെ കറിവേപ്പിലയും പച്ചമുളകും ദാ കായത്തിന്റെ പൊടിയും കൂടെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കി കൈ രണ്ടും വെള്ളത്തിൽ ഒന്നും കൂടെ മുക്കിയതിന് ശേഷം ദാ ഉഴുന്ന് വടയുടെ ഷേപ്പാക്കി ചൂടായ ഓയിലിലേക്ക് ചേർത്ത് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. കൈ വെള്ളത്തിൽ നനയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് തന്നെ കിട്ടും കേട്ടോ. അല്ല പേടിയാണെന്നുണ്ടെങ്കിൽ ഒരു അരിപ്പ ഒന്ന് വെള്ളത്തിൽ നനച്ചതിന് ശേഷം ഇതേപോലെ റെഡിയാക്കി എടുത്താലും മതി. ഏതാണെങ്കിലും കുഴപ്പമില്ല. ഗ്യാസിന്റെ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലാക്കി ഇതാ 2 വശം നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ എടുക്കാവുന്നതേ ഉള്ളൂ. നല്ലൊരു ചൂട് ചായയുടെയും ചമ്മന്തിയുടെയും ഒക്കെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റ് അല്ലേ? മിസ് ചെയ്യാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഹാപ്പി ആയിട്ട് ഇരുന്ന് കഴിക്കുക. കൂടെ തന്നെ കമന്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മറക്കാതെ അറിയിക്കണേ.